ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് പെരളൻ. അപ്പോൾ ഈ ബീഫ് പെരളന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഇറച്ചി ഒരു കുക്കറിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതായത് 1 കിലോ ഇറച്ചിക്ക് 2 സവോള എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ 4 പച്ചമുളക് അരിഞ്ഞത്, 2 തുടം വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ബീഫ് പെരളിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതിലകത്ത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കണം. അപ്പോൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നല്ല ജീരകം ഓപ്ഷനിലാണ്, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 തട്ട് കറിവേപ്പില ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ച് ഉപ്പും എരിവും കുറവുണ്ട്. അപ്പോൾ അതിനോട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇറച്ചിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ വെള്ളം നമ്മൾ വേവിക്കാനായിട്ട് ഒഴിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ, ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. വെള്ളമൊന്നും ഒഴിച്ചല്ല വേവിച്ചത്, വെറുതെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി തൂവി കൊടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഇടിയപ്പോ അപ്പോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഗ്രേവി ഒന്നുമില്ലാതെ ഈ മസാലയൊക്കെ ഇതുപോലെ ഈ ഇറച്ചിയിലിട്ട് നല്ലപോലെ പുരണ്ടിരിക്കണോണ്ടായിരിക്കും ഈ പെരളൻ എന്ന പേര് വന്നത്. ഇതൊരു പാലക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇത്, ഈ ബീഫ് പെരളൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.